ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മൂന്നാമതായിട്ട് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മോശ മരുഭൂമിയിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. മരുഭൂമിയിൽ മോശയ്ക്കുണ്ടായ അനുഭവങ്ങൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. പുറപ്പാട് 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായി യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന് നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. മോശയ്ക്ക് ദൈവം മരുഭൂമിയിൽ വെളിപ്പെട്ടു. കൊട്ടാരത്തിലിരുന്ന് രാജ്യം ഭരിക്കേണ്ട, അടുത്ത രാജകുമാരനായി വാഴേണ്ട, രാജാവായി വാഴേണ്ടവനായ, ചക്രവർത്തികളുടെ ചക്രവർത്തിയായി വാഴേണ്ടവനായ ഈ മോശ, അന്നത്തെ മിസ്രൈമിലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച സംസ്കാരമാണ്. ഹിസ്റ്ററി പഠിച്ചുള്ള കുട്ടികൾക്കറിയാം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അത് പുരാതന സംസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ കേദാരമായ യോസേഫിൻ്റെ സന്തോഷഭൂമി വിട്ട് ഈ മോശ സീനായ്മലയുടെ ചെരുവിലുള്ള മലനിരയിലേക്ക് പുറപ്പെട്ടു. എല്ലാം വിട്ടു. യിത്രോവിൻ്റെ ആടുകൾ നോക്കാൻ പുറപ്പെട്ടു. യിത്രോവിൻ്റെ ആടുകളുമായി നടന്നു. പ്രിയപ്പെട്ടവരെ, നാം വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നീലനദിയിലെ വെള്ളത്തിൽ താണുപോകേണ്ട മോശയെ ദൈവം ഉയർത്തിയിട്ട് ഇതാ കൊണ്ടു നടക്കുന്നു. ദൈവം മോശയെ മിദ്യാനിലെ മരുഭൂമിക്കപ്പുറമുള്ള മൈതാനങ്ങളിൽ കൂടെ, മലഞ്ചെരുവുകളിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നു. ഒരു ദിവസം മോശ ആടുകൾ നോക്കാനായിട്ട് ചെന്നു. ആടുകൾ നോക്കാനായിട്ട് അവിടെ വരെ ഈ ആടുകളെ കൊണ്ടുപോയി. കുറച്ച് അകത്തേക്ക് കൊണ്ടുപോയി. കുറച്ചുകൂടി കാടും പടലുമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അനേകം ചെടികളും മുൾപടർപ്പുകളെല്ലാം ഉണ്ട്. ചെറിയ കൊച്ചു മരങ്ങളുണ്ട്, വള്ളിപ്പടർപ്പുകളുണ്ട്. ചെല്ലുമ്പോൾ അപ്പോൾ മോശ ഒരു കാഴ്ച കണ്ടു. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായി യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. മരുഭൂമിക്കപ്പുറത്ത് ഹോരേബ് ആടുകളെ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന് നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് കണ്ടത്. അത്ഭുതം. മോശ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പ്രത്യക്ഷനായി. യഹോവയുടെ ദൂതൻ വന്ന് പ്രത്യക്ഷനായി. മോശയ്ക്ക് എവിടെയാണ് നോക്കിയപ്പോൾ മുൾപടർപ്പ്, ആസകലം മുള്ളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രത്യക്ഷനാകുക എന്ന് പറയുന്നത് എന്തൊരു അനുഭവമാണ്. ദൈവം നമ്മെ നേരിട്ട് കാണുന്നൊരനുഭവം, ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്ന അനുഭവം. ദൈവത്തെ ഒരു ആളായിട്ടോ രൂപമായിട്ടോ കാണുകയല്ല, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന അനുഭവമാണ്, നേരിട്ട് കാണുന്ന അനുഭവം. ദൈവത്തിൻ്റെ സ്വരം, അതാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷത. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി. സ്തോത്രം. ദൂതൻ വന്ന് പ്രത്യക്ഷനായി. എന്നിട്ടോ അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. അവൻ അത്ഭുതപ്പെട്ടു പോയി. മുൾപടർപ്പ് ഇങ്ങനെ തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലെ ഒരു അണുവിന് പോലെ കേടുവരുന്നില്ല, കത്തിപ്പോകുന്നില്ല. മുൾപടർപ്പ് കത്തുന്നില്ല. പക്ഷേ ആ മുൾപടർപ്പിൻ്റെ ഉള്ളിൽ തീ ഇങ്ങനെ ആളി പടരുകയാണ്. ആ മുള്ളിനൊരു കേടും വരുന്നില്ല. ഇതെന്തൊരു അത്ഭുതം. പിന്നെ മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. മോശ ചിന്തിച്ചു, ഈ മുൾപടർപ്പ് എന്താണ് വെന്തു പോകാത്തത്? കത്തി പോകേണ്ടതാണല്ലോ, എന്തുകൊണ്ട് കത്തി പോകുന്നില്ല? എന്തായിരിക്കും? മോശ അങ്ങോട്ട് കുറച്ചുകൂടി അടുക്കലേക്ക് ചെന്നു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം കണ്ടു. അവൻ അടുത്ത് വരുന്നത് കണ്ടു. ഈ പ്രത്യക്ഷത വചനം കേട്ടപ്പോൾ അടുക്കൽ ചെല്ലുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ തീയുടെ അടുക്കിലേക്ക് വരണം. വചനം കേൾക്കുമ്പോൾ ഈ മുൾപടർപ്പിൻ്റെ അടുക്കിലേക്ക് വരണം. നോക്കിയാൽ മുൾപടർപ്പാണ്. അടുക്കൽ ചെല്ലുന്ന ആരുടെയും ദേഹത്ത് മുള്ളു കൊള്ളിക്കുന്ന അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ തീ അതിൽ കത്തുമ്പോൾ ആ മുൾപടർപ്പ് കത്തി നശിക്കുന്നില്ല. പക്ഷേ ആ മുൾപടർന്ന് തീ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുന്നു. ആ തീ ആളിക്കൊണ്ടിരിക്കുന്നത് എന്തായെന്നറിയാൻ മോശ എന്നതുപോലെ തീയുടെ നടുവിൽ നിന്നുള്ള വാക്ക് കേട്ട്, വചനം കേട്ട്, പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ട് നാം അടുക്കലേക്ക് ചെല്ലുക. പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ട് അടുക്കലേക്ക് ചെല്ലുക. ആത്മാവിൻ്റെ വചനം കേട്ട്. നിങ്ങൾ വചനം കേൾക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അടുക്കലേക്ക് വരിക. പരിശുദ്ധാത്മാവ് തീയായി ഇറങ്ങി വരുന്ന അനുഭവമാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് തീയായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവത്തിന് സ്തോത്രം.
തീ ജ്വാല നമ്മുടെ ചുറ്റും കത്തി കാളുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ ചുറ്റും കത്തി ജ്വലിക്കുന്ന പോലെ നമുക്ക് തോന്നും. തീ ജ്വലിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ തീ പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും. അനുഭവം പ്രാപിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ നിർവൃതിയിൽ ആനന്ദിക്കുന്നത്. സന്തോഷത്തിൻ്റെ നിർവ്വാണം, സന്തോഷത്തിൻ്റെ നിർവൃതി. പരിശുദ്ധാത്മാവിൻ്റെ തീ തമ്മിൽ കത്തുന്നു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങൾ കത്താൻ? പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങൾ കത്താൻ? ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങൾ കത്തിയാൽ രോഗാണുക്കളെല്ലാം കത്തിപ്പോകും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങൾ കത്തിയാൽ നിങ്ങളുടെ ബുദ്ധി തെളിഞ്ഞു വരും, ഓർമ്മശക്തി തെളിഞ്ഞു വരും. പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങൾ കത്തിയാൽ പരീക്ഷാ ഹോളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാവില്ല. പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങൾ കത്തിയാൽ നിങ്ങളൊരു പ്രതിസന്ധി വരുമ്പോൾ തളരുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങൾ കത്തിയാൽ നിങ്ങൾക്ക് വന്ന കേടുകളെക്കുറിച്ചോ നിങ്ങൾക്ക് വന്ന ആപത്തുകളെക്കുറിച്ചോ അനർത്ഥങ്ങളെക്കുറിച്ചോ നിങ്ങൾ വേദനിച്ച് വിഷമിക്കുകയില്ല, നിങ്ങൾ നിരാശപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ തീയാണ് കത്തുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുന്നു, ആത്മാവിന് തീ കത്തുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് പാടാം. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. മഹത്വത്തിൽ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയൊരു, പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയൊരു. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. എന്നെയും എനിക്കുള്ള സകലത്തെയോ യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയോ യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഈ തീ കത്തണമെങ്കിൽ യാഗമായി അർപ്പിക്കണം. തീ കത്തണമെങ്കിൽ എല്ലാം യാഗപീഠത്തിന്മേൽ വയ്ക്കണം. നമുക്കുള്ളതെല്ലാം, എന്നെയും എനിക്കുള്ളതെല്ലാം ഇതാ ഞാൻ യാഗമായി അർപ്പിക്കുന്നു. യാഗപീഠത്തിന്മേലെല്ലാം വയ്ക്കണം. കത്തിച്ച് കളയുന്ന തയ്യാറാകണം. അബ്രഹാം അത് ചെയ്തു. പറഞ്ഞു, അബ്രഹാമേ, അബ്രഹാമേ, അടിയനിതാ നിൻ്റെ മകനെ, നിൻ്റെ ആദ്യനായ ഇസ്ഹാക്കിനെ തന്നെ നീ കൂട്ടിക്കൊണ്ട് മോറിയദേശത്ത് എന്ന് അവിടെ ഞാൻ നിനക്ക് കാണിച്ചിരുന്ന മലയിൽ അവനെ യാഗം അർപ്പിക്കുക. അവിടെ ഞെട്ടിപ്പോയി. പ്രാർത്ഥിച്ച് കിട്ടിയ മോൻ, ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയ മോനാണ്. ഏകജാതൻ, ഒറ്റയ്ക്കൊരു മോൻ, സാറായ്ക്ക് കിട്ടിയ ഒരേ ഒരു മകൻ. അവനെ കൊല്ലാനാണ് ദൈവം പറയുന്നത്. യാഗം അർപ്പിക്കാനാണ് പറയുന്നത്. യാഗം അർപ്പിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു നിലവാരത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഭയമാണ്. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് പേടിയാണ്. കാരണം അത് നിസ്സാര കാര്യമല്ല. എല്ലാം യാഗപീഠത്തിൽ വയ്ക്കുന്നു. ജോലി യാഗപീഠത്തിൽ വയ്ക്കുന്നു. കുടുംബ മഹിമകളെല്ലാം യാഗപീഠത്തിൽ വയ്ക്കുന്നു. പേരും പെരുമയും യാഗപീഠത്തിൽ വയ്ക്കുന്നു. വിദ്യാഭ്യാസത്തിന് സമൃദ്ധി യാഗപീഠത്തിൽ വയ്ക്കുന്നു. ഡിഗ്രികൾ യാഗപീഠത്തിൽ വയ്ക്കുന്നു. സ്തോത്രം. നമ്മൾ പൊസിഷൻ യാഗപീഠത്തിൽ വയ്ക്കുന്നു. കുടുംബം യാഗപീഠത്തിൽ വയ്ക്കുന്നു. സമ്പത്തെല്ലാം യാഗപീഠത്തിൽ വയ്ക്കുന്നു. എല്ലാം എല്ലാം സ്തോത്രം. എൻ്റേതെല്ലാം യേശുവേ എന്നിൻ്റെ പാദപീഠത്തെങ്കിൽ. പറയാൻ പറ്റുമോ? പറ്റുമോ നിങ്ങൾക്ക്? സ്തോത്രം. പറയാൻ എനിക്ക് പേടിയാണ്. പറയാൻ എനിക്ക് ഭയമാണ്. എല്ലാം യാഗപീഠത്തിൽ വയ്ക്കുന്നു. അബ്രഹാം ഞെട്ടിപ്പോയി. എന്താ പറയുന്നത്? കർത്താവേ, എന്താണിത്? എല്ലാം യാഗപീഠത്തിൽ വയ്ക്കാൻ പറയുന്നു. അബ്രഹാം ചെയ്തിട്ടുണ്ട്. ആട്ടിൻകുട്ടിയെ യാഗത്തിൽ അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ മോനെ കയ്യും കാലും കെട്ടി വിറകിൻ്റെ മീതെ കിടത്തി അടിയിൽ തീ കൊളുത്തി എൻ്റെ മോനെ കൊന്നിട്ട് വെട്ടിയിട്ട് ആട്ടിൻകുട്ടിയുടെ കഴുത്തിറക്കുന്ന പോലെ മോനെ കഴുത്തറുത്തിട്ട് യാഗപീഠത്തിൽ കിടത്തുക. എന്നിട്ട് ആ തീ ആളി കത്തുക. എൻ്റെ മോൻ കത്തി തീരുക. ഒരു പിടി ചാരമായി തീരുകയായിരിക്കും. ചിന്തിക്കാൻ വയ്യല്ലോ. അബ്രഹാം കാതോർത്തു.
ദൈവം പറഞ്ഞത് എന്താണ്? ദൈവം എന്താ എന്നോട് പറഞ്ഞത്? രാത്രിയിലാണ് പറയുന്നത്. നാളെ രാവിലെ നീ പുറപ്പെട്ടുള്ളൂ. പിന്നെ അധികം സമയം കൊടുക്കുന്നില്ല. നാളെ രാവിലെ നീ പുറപ്പെട്ടുള്ളൂ. നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ എനിക്ക് മോറിയാമലയിൽ യാഗം കഴിക്കുക. ശബ്ദം ഇങ്ങനെ വീണ്ടും 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 പ്രതിധ്വനിക്കുകയാണ്, മനസ്സിൽ മാറ്റിക്കൊള്ളുകയാണ്. രാവിലെ എഴുന്നേറ്റു, എല്ലാം ഒരുക്കി, യാത്രയ്ക്ക് ഒരുക്കി, ബാല്യക്കാരൊരുക്കി, ഒട്ടകങ്ങളൊരുക്കി, പോകാനുള്ള ഒട്ടകങ്ങൾ, മരുഭൂമിയിൽ കൂടിയല്ലേ യാത്ര. ഇസ്ഹാക്കിൻ്റെ കവളത്ത് ഉമ്മ കൊടുത്തിട്ട്, മോനെ നമ്മൾ ഒരു യാഗം അർപ്പിക്കാൻ പോവുകയാണ്, യാഗത്തിന് പോവുകയാണ്. കൊച്ചിനൊന്നും മനസ്സിലായില്ല എന്താ യാഗം അർപ്പിക്കുന്നത്. അപ്പോൾ ഇതുള്ളതാണല്ലോ, ആടുകുട്ടി യാഗം അർപ്പിക്കുമല്ലോ. അതുപോലെ യാഗത്തിന് പോവുകയാണെന്ന് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. സാറായോട് പറഞ്ഞു, ഞാനും മോനും അവിടെ ഒരു 3 ദിവസത്തെ വഴി ദൂരെയുള്ള മോറിയ ദേശത്ത് ചെന്ന് അവിടെ ദൈവം കാണിച്ചു തരുന്ന മലയിൽ യാഗം കഴിക്കാൻ പോവുകയാണ്. സാറയ്ക്ക് അഭിപ്രായ വ്യത്യാസമില്ല, കാരണം ആട്ടിൻകുട്ടി യാഗം കഴിച്ച് പരിചയമുണ്ടല്ലോ, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പുറപ്പെട്ടു. പക്ഷേ ഉള്ളിങ്ങനെ നീറുകയാണ്, നീറി കത്തുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ കൈ കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്ത് ഇറക്കണമല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനെ തീയിൽ ദഹിപ്പിക്കുന്നത് ഞാൻ കാണണമല്ലോ. ഞാൻ എന്തു വേണ്ട കർത്താവേ? അങ്ങനെ ചിന്തിച്ചും കൂട്ടിയും കിഴിച്ചും ഓരോന്നോരോന്ന് ചിന്തിച്ച് ഇങ്ങ് പോവുകയാണ്. അബ്രഹാം ചിന്തിച്ചു, അതെല്ലാം എൻ്റെ ഭാവനകളാണേ. അബ്രഹാം ചിന്തിച്ചു, ദൈവമായ ഒരിക്കലും ആരെയും മനുഷ്യയാഗം കഴിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്താണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്? എനിക്ക് മാത്രം എന്താ ഇങ്ങനൊരു കൽപ്പന വന്നത്? ആരെയും യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല, മനുഷ്യരെയും. ദൈവം ആട്ടിൻകുട്ടി യാഗം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാട്ടിന് യാഗം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാളക്കടന് യാഗം അർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറുപ്രാവിന് യാഗം അർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചങ്ങാലി യാഗം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യനെ യാഗം കഴിക്കുക, അതെന്താ? ദൈവം ആരോടും പറയാത്തതുപോലെ എന്നോട് എന്താ ഇങ്ങനെ പറയുന്നത്? അബ്രഹാമിനിടയ്ക്ക് ആ ചിന്തയൊക്കെ വരുന്നുണ്ട്. എങ്കിലും അല്ല, എൻ്റെ കർത്താവ് കൽപ്പിച്ചതല്ലേ. പിന്നെ ഈ ആ ശബ്ദം മുഴങ്ങുക, നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് യാഗം കഴിക്കുക. ആ ശബ്ദം ഇങ്ങനെ ഹൃദയത്തിൽ മുഴങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ധൈര്യപ്പെട്ടു. പിന്നെയും ചിന്തിക്കും, കൂട്ടിയും കിടിച്ച് ചിന്തിക്കും. അപ്പോൾ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഈ ദൈവം എനിക്ക് ഈ 100 വയസ്സുള്ള എനിക്കൊരു മകനെ തരാൻ, ശരീരം നിർജ്ജീവമായി പോയ എനിക്കൊരു മകനെ തരാൻ, സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായി പോയിട്ടൊരു മകനെ തരാൻ ദൈവം ശക്തനാണല്ലോ. അപ്പോൾ ആ ദൈവം എൻ്റെ മോനെ യാഗം കഴിച്ചാൽ ആ ഒരുപിടി ചാരത്തിൽ നിന്ന് എൻ്റെ ഇസ്ഹാക്കിനെ എൻ്റെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് തരും. ഉറപ്പ്, മനസ്സിന് ഉറപ്പ് കിട്ടുകയാണ്. എൻ്റെ മോൻ ഇസ്ഹാക്കിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് തരും. ദൈവത്തിന് സ്തോത്രം. പോയി അവിടെ ചെന്നു വയലിക്കാട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ താഴെ നിൽക്കുക, മലയുടെ വരത്തിൽ നിൽക്കുക, ഞാനും മോനും അവിടത്തോളം ചെന്ന് യാഗം കഴിച്ച് മുടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. ഞാനും മോനും അവിടത്തോളം ചെന്ന് യാഗം കഴിച്ച് മുടങ്ങി വരാം. ആരാ? ഞാനും മോനും മുടങ്ങി വരാമെന്ന്. എന്താ അബ്രഹാം പറയുന്നത്? അബ്രഹാമിനറിയാം, ഞാൻ എൻ്റെ മോനെ കൊണ്ടുപോയി യാഗം കഴിച്ചാൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ മോനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച് തരും. ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പ്, വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പ്. സ്തോത്രം. ആ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് വിറകിട്ട് ഇസ്ഹാക്കിൻ്റെ ചുമലിലേക്ക് വെച്ചു. ബാലൻ വിറകിട്ട് ഈ യാഗത്തിനുള്ള വിറകിട്ടുമായിട്ട് പോവുകയാണ്. കുറേ കൂടി ചെന്നപ്പോൾ ആ കുന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇസ്ഹാക്ക് തിരിഞ്ഞു വന്നു. അപ്പോൾ ഒരു കാര്യം മറന്നുപോയില്ലേ നമ്മൾ? എന്താ മോനെ? അല്ല, നമ്മൾ യാഗം കഴിക്കാനല്ലേ പോകുന്നത്? അതെ, നമ്മൾ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, പക്ഷേ യാഗത്തിൻ്റെ ആട്ടിൻകുട്ടി എവിടെയാണ്? യാഗം കഴിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം ഞെട്ടിപ്പോയി, തരിച്ചു നിന്നുപോയി, സ്തംഭിച്ചു നിന്നുപോയി. അബ്രഹാം വിക്കി പറഞ്ഞു, മോനെ, നമ്മുടെ ദൈവം കരുതിക്കൊള്ളും. യഹോവയിരെ നമ്മുടെ ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. മുകളിലെ മോറിയാമലയുടെ ഉയരത്തിൽ ചെന്നു. അവിടെ യാഗപീഠം ഒരുക്കി, വിറകടുക്കി, കഴിഞ്ഞ് മോനെ വിളിച്ചു. മോനെ ആലിംഗനം ചെയ്ത് നെറുകയിൽ ഉമ്മ വെച്ചിട്ട് അബ്രഹാമിൻ്റെ കാതുകളിൽ പറഞ്ഞു, മോനെ, യാഗം കഴിക്കുന്നത് നിന്നെയാണ്, നിന്നെ യാഗം കഴിക്കാനാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. ആ മോൻ്റെ ഹൃദയം ഞെട്ടിപ്പോയില്ലേ? അവൻ അപ്പൻ്റെ മുഖത്തേക്ക് നല്ലപോലെ നോക്കി. എൻ്റെ അപ്പനാണോ ഈ പറഞ്ഞത്? മോനെ, സ്വർഗത്തിൽ ദൈവം കൽപ്പിച്ചിട്ടാണ് മോനെ നിന്നെ യാഗം കഴിക്കാനാണ് പറഞ്ഞത്. അവൻ കൈ നീട്ടിക്കൊടുത്തു. അബ്രഹാം കൈ കെട്ടി, കാലും കെട്ടി, മോനെ എടുത്ത് വിറകിൻ മീതെ കിടത്തി. കത്തി എടുത്തു, കത്തി ഉയർത്തി മോൻ്റെ കഴുത്ത് വെട്ടാൻ. എല്ലാം തയ്യാറായി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ശബ്ദം, അബ്രഹാമേ, അബ്രഹാമേ എന്നൊരു വിളി. പെട്ടെന്ന് ഞെട്ടിപ്പോയി. നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമുണ്ട്, അബ്രഹാമേ, അബ്രഹാമേ, ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്, വേണ്ട, നീ വിശ്വാസിയാണെന്ന് തെളിയിച്ചു,
ബാലിനെ കൊല്ലാൻ പോലും തയ്യാറായി. വാക്ക് നീ വിശ്വസിച്ചു, നന്നായി. അവനെ ബാലിന് മേൽ കൈവയ്ക്കരുത്. സ്തോത്രം. ബാലിനെ കെട്ടഴിച്ച് പുറത്ത് നിർത്തി. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുക, ഒരു കലമ്പൽ ശബ്ദം, അലയ്ക്കുന്ന ശബ്ദം. നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ പിറകിൽ കുറ്റിക്കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുത്ത് നോക്കണം. അബ്രഹാം മോറിയാമലയിലേക്ക് യാഗത്തിനുള്ള വിറകിട്ടുമായി ഇസ്ഹാക്കിനെ കൊണ്ട് ചുമപ്പിച്ച് പോകുമ്പോൾ അപ്പുറത്ത് മലയുടെ മറ്റേ ചെരുവിൽ കൂടി ഒരാട്ടുകൊറ്റൻ മല കയറുകയായിരുന്നു. ആരും അറിഞ്ഞില്ല. സ്വർഗത്തിലെ ദൈവം കരുതി. പ്രിയപ്പെട്ടവരെ, കരുതുന്ന ഒരു ദൈവമുണ്ട്. അനുസരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം അതിശയം പ്രവർത്തിക്കും. ഒരാട്ടുകൊറ്റൻ താഴെ നിന്ന് ഇങ്ങനെ കയറി വരികയായിരുന്നു. ആരും അറിഞ്ഞില്ല. ഈ ആട്ടുകൊറ്റൻ ഒറ്റയ്ക്ക് ഈ ആട്ടുകൊറ്റൻ ഇതിനെ പോകുന്ന ആരും അറിഞ്ഞില്ല. എവിടുന്ന് ഒന്നും ആർക്കറിഞ്ഞൂടാ. ദൈവത്തിന് സ്തോത്രം. ഈ ആട്ടുകൊറ്റൻ കാട്ടിൽ കുരുങ്ങി കിടക്കുന്നു. അബ്രഹാം ചെന്നു, അതിനെ കൊണ്ടുവന്നു, അതിന് യാഗം അർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഇസ്ഹാക്ക് ഉയർത്തെഴുന്നേറ്റ മകനാണ്. ഉയർത്തെഴുന്നേറ്റതുപോലെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. വിശ്വാസവും അനുസരണവും. യാഗപീഠം ഒരുക്കി. യാഗത്തിൽ ഇസ്ഹാക്കിന് യാഗം അർപ്പിച്ചു. അനുഭവം കിട്ടി. ഉയർത്തെഴുന്നേറ്റ ഇസ്ഹാക്കിനെ കൊണ്ട് വരുന്നത് പോലെ വന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യാഗപീഠം ഒരുക്കാം. സംഗീതം 50-5 വായിക്കാം. യാഗപീഠം ഒരുക്കുക. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. സ്തോത്രം. വിശുദ്ധന്മാർ യാഗം കഴിച്ചവരാണ്. ദൈവത്തോട് വാക്ക് പറഞ്ഞവരാണ്. നിയമം ചെയ്തവരാണ്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. സഹോദരങ്ങളെ, ഇന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, യാഗം അർപ്പിക്കണമോ വേണ്ടയോ എന്ന്. എനിക്കുള്ളതിനെ ഞാനിതാ യാഗമായി അർപ്പിക്കുന്നു. പറയാൻ എളുപ്പമായിരിക്കും, പക്ഷേ പ്രവൃത്തിയെടുത്താൻ പ്രയാസമാണ്. എൻ്റെ സ്വയത്തെ ഞാൻ യാഗമായി അർപ്പിക്കുന്നു. എൻ്റെ തന്നിഷ്ടത്തെ യാഗമായി അർപ്പിക്കുന്നു. എൻ്റെ അഹന്തയെ യാഗമായി അർപ്പിക്കുന്നു. എൻ്റെ അഹങ്കാരത്തെ യാഗമായി അർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ കോപസ്വഭാവത്തെ യാഗമായി അർപ്പിക്കുന്നു. കടിയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായ അശുദ്ധിയുടെ വ്യാപാരങ്ങളെ യാഗമായി അർപ്പിക്കുന്നു. അശുദ്ധ ചിന്തകൾ, അശുദ്ധ വികാരങ്ങൾ, അശുദ്ധ ആഗ്രഹങ്ങൾ, അശുദ്ധ മോഹങ്ങൾ, അശുദ്ധി എല്ലാം ഇതാ യാഗമായി അർപ്പിക്കുന്നു. കർത്താവ്, എല്ലാം കത്തിപ്പോകട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതായ എല്ലാ തിന്മകളെയും യാഗമായി അർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിലുള്ളതായ വൈരുദ്ധ്യങ്ങളും ഇഷ്ടക്കേടുകളും മുഷ്ടിലുകളും വഴക്കുകളും പിണക്കങ്ങളും, ആരോടെല്ലാം പിണക്കമുണ്ടോ എല്ലാം ഇതാ ഞാൻ യാഗപീഠത്തിന്മേൽ വയ്ക്കുന്നു. എല്ലാം വയ്ക്കുന്നു. കത്തട്ടെ, കത്തിത്തീരട്ടെ, എല്ലാം കത്തിപ്പോകട്ടെ. ഇഷ്ടക്കുറവുകളെല്ലാം കത്തിപ്പോകട്ടെ. എൻ്റെ വാശിയും വൈരാഗ്യവും കത്തിപ്പോകട്ടെ. എൻ്റെ കോപവും ക്രോധവും കത്തിപ്പോകട്ടെ. കർത്താവേ, എൻ്റെ സ്വാർത്ഥതയും അസൂയയും കത്തിപ്പോകട്ടെ. കർത്താവേ, എൻ്റെ ദ്രവ്യാഗ്രഹവും എൻ്റെ സ്വാർത്ഥതയും കത്തിപ്പോകട്ടെ. കർത്താവേ, എൻ്റെ സ്ഥാനമോഹങ്ങൾ കത്തിപ്പോകട്ടെ. കർത്താവേ, ഭർത്താവിനോട് മല്ലടിക്കുന്ന സ്വഭാവം കത്തിപ്പോകട്ടെ. ഭാര്യയെ വേദനിപ്പിക്കുന്ന സ്വഭാവം കത്തിപ്പോകട്ടെ. കർത്താവേ, എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്നും ചില മുറിവുകളേറ്റിട്ടുണ്ട്. എൻ്റെ മുറിവുകൾ ഉണക്കിത്തരണമേ. മുറിവുകളെല്ലാം കത്തിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. മറ്റൊരിൽ നിന്ന് എനിക്ക് ചില മുറിവുകളേറ്റിട്ടുണ്ട്. അവർ ചില പെരുമാറ്റങ്ങൾ എനിക്ക് ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അതും കത്തിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആരോടും പരിശുദ്ധയില്ലാതെ, ആരോടും പരുഷതയില്ലാതെ, ആരോടും ഇഷ്ടക്കുറവില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സ്വഭാവം നീ എനിക്ക് തരണമേ. ക്രിസ്തുവിൻ്റെ സ്വഭാവം എനിക്ക് തരണമേ. എൻ്റെ സ്വഭാവത്തിലെ ദുഷിച്ച വശങ്ങൾ കത്തിപ്പോകട്ടെ. എൻ്റെ സ്വഭാവത്തിലുള്ളതായി തിന്മകളെല്ലാം കത്തിപ്പോകട്ടെ. എൻ്റെ മലിന വികാരങ്ങൾ കത്തിപ്പോകട്ടെ. മ്ലേച്ഛമായ മോഹങ്ങൾ കത്തിപ്പോകട്ടെ. അശുദ്ധ വിചാരങ്ങൾ കത്തിപ്പോകട്ടെ. എൻ്റെ കർത്താവേ, ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ചില രഹസ്യ ഭാവങ്ങളുണ്ട്, അതും കത്തിപ്പോകട്ടെ. കർത്താവേ, ദ്രവ്യാഗ്രഹം കത്തിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, നീ പലതും യാഗപീഠത്തിൽ വെച്ചു, എന്നാൽ ഇന്നും കത്താതെ ചെയ്തിട്ടുണ്ട്. യാഗപീഠത്തിൽ വെച്ചു, ചിലതെല്ലാം വെച്ചു, എല്ലാം വെച്ചിട്ടില്ല. സ്തോത്രം. എല്ലാം വെച്ചിട്ടില്ല. നിൻ്റെ സ്വയത്തെ നീ യാഗമായി അർപ്പിച്ചിട്ടില്ല. നിൻ്റെ സ്വന്തം ഇഷ്ടത്തെ യാഗമായി അർപ്പിച്ചിട്ടില്ല. ദൈവഇഷ്ടത്തിനെ തന്നെ വിനയപ്പെടുത്തിയിട്ടില്ല. സ്നേഹിത, നിനക്ക് അഹങ്കാരമുണ്ട്. മകളെ, നിനക്ക് അഹമ്മതിയുണ്ട്. അത് യാഗപീഠത്തിൽ വെച്ചിട്ടില്ല. മകളെ, നിനക്ക് ഭർത്താവിനോട് നിനക്ക് അതൃപ്തിയുണ്ട്, അസംതൃപ്തിയുണ്ട്. അത് മുറിവായിട്ട് കിടക്കുകയാണ്. യാഗം അർപ്പിക്കണം. എല്ലാം യാഗം അർപ്പിക്കണം. സ്തോത്രം. യാഗമായി അർപ്പിക്കുമ്പോൾ അപ്പോഴാണ് യാഗത്തീ ഈ വെച്ചതെല്ലാം കത്തിക്കുന്നത്. എന്തെല്ലാം ചോദിച്ചു, എല്ലാം കത്തിക്കും. സ്തോത്രം. യാഗപീഠത്തിൽ വെച്ചതെല്ലാം കത്തിക്കും. സ്തോത്രം. എല്ലാം കത്തിച്ചു കളയും. അങ്ങനെ കത്തുമ്പോഴാണ് നിൻ്റെ രോഗത്തെ നിങ്ങൾ തീയിലേക്ക് എറിയുന്നത്. രോഗാണുക്കൾ കത്തിപ്പോകും. സ്തോത്രം. നിൻ്റെ ഭാരങ്ങൾ എറിയുന്നു, ഭാരങ്ങൾ കത്തിപ്പോകും. നിൻ്റെ ആകുലങ്ങൾ എറിയുന്നു, ആകുലങ്ങൾ കത്തിപ്പോകും.
നിൻ്റെ മനസ്സിൽ വിഷാദങ്ങൾ എറിയുന്നു, അത് കത്തിപ്പോകും. ഫ്രസ്ട്രേഷൻസ്, നിൻ്റെ നിരാശകൾ എറിയുന്നു, അതും കത്തിപ്പോകും. എല്ലാം അങ്ങോട്ടിടും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കുടുംബത്തിലുള്ളതായ ചില ശാപങ്ങളുണ്ട്, ശാപങ്ങൾ അങ്ങോട്ടിടുന്നു, കത്തിപ്പോകും. സ്തോത്രം. നിൻ്റെ ഹൃദയത്തിലെ ചില ആഗ്രഹങ്ങളുണ്ട്, അതും കത്തിപ്പോകും. സ്തോത്രം. എല്ലാം ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, യാഗപീഠത്തിൽ അർപ്പിച്ചാൽ ഒന്നും നഷ്ടമല്ല. സ്തോത്രം. യാഗപീഠത്തിൽ അർപ്പിച്ചാൽ ഒന്നും നഷ്ടമല്ല. വ്യക്തമാണ് ഈ കാര്യം. വെച്ചുകൊള്ളൂ നിങ്ങൾ യാഗപീഠത്തിലേക്ക് എല്ലാം. എന്നെയും എനിക്കുള്ള സകലത്തെയും ഞാൻ യാഗമായി അർപ്പണം ചെയ്യുന്നു. മോശ ആ യാഗത്തീ കണ്ടു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ആ സ്വർഗത്തിലെ തീ നിങ്ങൾ സന്ദർശിക്കുകയാണ്. സ്വർഗത്തിലെ തീ നിങ്ങളോട് സംസാരിക്കുകയാണ്. സ്വർഗത്തിലെ തീയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. സ്വർഗത്തിലെ തീയിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നിങ്ങൾ കിട്ടുകയാണ്. മോനെ, യാഗം ഉറപ്പിച്ചുകൊള്ളൂ, വേഗം ഉറപ്പിച്ചുകൊള്ളൂ. നീ ഇങ്ങോട്ട് അടുത്ത് വരരുത്. നിൻ്റെ കാലിൽ ചെരുപ്പ് ഊരിക്കളോ. ഇത് വിശുദ്ധ സ്ഥലമാണ്. നീ ഇങ്ങോട്ട് അടുത്ത് വരരുത്. നീ ചെളിയിൽ ചവിട്ടിയത് നടന്ന കാലാണ്. നീ നടന്നു വന്ന പാതയിൽ അവിടെ പൊടിയുണ്ട്, പലതരത്തിലുള്ള അഴുക്കുകളുണ്ട്. അതുകൊണ്ട് ചെരുപ്പ് നീ ഊരിക്കളക. നീ ഇങ്ങോട്ട് അടുത്ത് വരിക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. യഹോവ ഇറങ്ങിയിരിക്കുന്ന ഭൂമിയാണ്. യഹോവ ഇറങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. നിത്യനായ ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിൻ്റെ കാലിൽ ചെരുപ്പിട്ടുണ്ടെങ്കിൽ അടുക്കരുത്. ചെരുപ്പ് ഊരിക്കളക. സ്തോത്രം. ഇത് വിശുദ്ധ ഭൂമിയായാൽ ചെരുപ്പ് ഊരിക്കളക. ദൈവത്തിന് മോശം പരന്നു പോയി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളെല്ലാം യാഗപീഠത്തിൽ അർപ്പിക്കാൻ തയ്യാറാകുക. മോശ സീനായി മലയുടെ മുൾപ്പടർപ്പിൽ തീയായ ദൈവത്തെ കണ്ടു. മുൾമേൽ വരിയ നടുവിൽ കണ്ടതുപോൽ ചിമ്മേനാമറിയാമിൽ വസിച്ചു ശരീരം കൊണ്ടു. മുൾമരമെരിയാതെരിതീതൻ നടുവിൽ കണ്ടതുപോൽ ചിന്മയനം മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. മുൾമരമെരിയാതെരിതീതൻ നടുവിൽ കണ്ടതുപോൽ ചിന്മയനം മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ യാഗം അർപ്പിക്കാൻ തയ്യാറാകുക. നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും വരുമാനത്തെയും ബാങ്ക് ബാലൻസിനെയും. സ്തോത്രം. എന്തൊക്കെയുണ്ട് എല്ലാം യാഗം അർപ്പിക്കുക. എല്ലാം കൊടുക്കുക. കത്തട്ടെ, തീ കത്തട്ടെ. സ്വർഗ്ഗത്തിൽ തീ ഇറങ്ങട്ടെ. നിങ്ങളുടെ മേലെ തീ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നികളിലേക്ക് പടർന്നു വരട്ടെ, പടർന്ന് കയറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങളിലേക്ക് പടർന്ന് കയറി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ പാവങ്ങളെല്ലാം കത്തി തീർന്നു പോകട്ടെ. പാവങ്ങളും പാവത്തിൻ്റെ പ്രേരണകളും പാവത്തിൻ്റെ സാഹചര്യങ്ങളും കത്തിപ്പോകട്ടെ. പാവത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും കത്തിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാ സ്നേഹബന്ധങ്ങളും പാവമാകുന്ന സ്നേഹബന്ധങ്ങളെല്ലാം കത്തിപ്പോകട്ടെ. പാവമാകുന്ന പ്രണയബന്ധങ്ങളെല്ലാം കത്തിപ്പോകട്ടെ. പാവമാകുന്ന കൊള്ളതായ്മകൾ വശുദ്ധികളെല്ലാം കത്തിപ്പോകട്ടെ. എല്ലാം കത്തിപ്പോകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതാ ദൈവം അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. നിത്യനായ ദൈവം നിങ്ങൾ മരുഭൂമിയിൽ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്ന ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി നിങ്ങൾ പറയുന്നു, യാഗം അർപ്പിക്കുക മകനെ, യാഗം അർപ്പിക്കുക മകളെ, യാഗം അർപ്പിക്കുക. യാഗമായി എല്ലാം കത്തി തീരട്ടെ. നീ പുതിയ സൃഷ്ടിയായി തീരട്ടെ, പുതിയ ആളായി തീരട്ടെ, പുതിയ അനുഭവം നിങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാഗമായി അർപ്പണം ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആരും ധൃതി പിടിച്ച് തീരുമാനം എടുക്കരുത്. സാധിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് മതി. നിങ്ങൾ ഈ കെട്ടിടം പണിയാൻ കഴിവുണ്ടോ നോക്കിയിട്ട് മതി കെട്ടിടം പണി തുടങ്ങാൻ. ഒരു ഗോപുരം പണി അനുസരിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോ നോക്കണം. അല്ലെങ്കിൽ തീർക്കാൻ വകയില്ലാതെ വരുമ്പോൾ കെട്ടിടം പണി അടക്കി വെച്ച് മുടങ്ങിപ്പോകും. അതിനിടവരെ നല്ലപോലെ ആലോചിക്കൂ. ഞാൻ യാഗമർപ്പിക്കാൻ മനസ്സാണോ? എന്നെയും എൻ്റെ കുടുംബത്തെ യാഗമർപ്പിക്കാൻ മനസ്സാണോ? എന്നെയും എൻ്റെ ഭാര്യയെ യാഗമർപ്പിക്കാൻ മനസ്സാണോ? എന്നെയും എൻ്റെ മക്കളെയും യാഗമർപ്പിക്കാൻ മനസ്സാണോ? കർത്താവേ, എന്നെയും എൻ്റെ ഭർത്താവിനെ യാഗമർപ്പിക്കാൻ മനസ്സാണോ? എന്നെ എൻ്റെ വരുമാനത്തെ യാഗമർപ്പിക്കാൻ മനസ്സാണോ? എൻ്റെ ബാങ്ക് ബാലൻസ് യാഗമർപ്പിക്കാൻ മനസ്സാണോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആലോചിക്കൂ. നല്ലപോലെ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. നിങ്ങൾക്ക് ധൃതി പിടിച്ച് തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സ്വന്തമായി എനിക്ക് എൻ്റെ യേശുവിൻ്റെ പരിശുദ്ധാത്മനഗ്നിയാൽ കത്തണം. എനിക്ക് യേശുവിൻ്റെ പരിശുദ്ധാത്മനഗ്നിയാൽ കത്തിജ്വലിച്ച് അനേകായിരങ്ങൾക്ക് സ്വർഗീയമായ ഭോജനം വിതറുന്ന അത്ഭുത സംഭവമായി മാറണം. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ സ്നേഹത്താൽ കത്തിജ്വലിച്ച് പ്രകാശിച്ച് അനേകായിരങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരാളത്വമായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് വിലപ്പെട്ട ആഗ്രഹമുണ്ടോ? മരണനേരത്തെ നിങ്ങൾ ഓർക്കും, അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന്. മരണനേരത്തെ നിങ്ങൾ ഓർക്കും, എനിക്ക് വചനം കിട്ടിയതായിരുന്നല്ലോ, ഞാൻ അനുസരിച്ചില്ലല്ലോ എന്നോർക്കും. അത് വരാതെ നിരാശപ്പെടാതിരിക്കാൻ ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുകയും, കർത്താവേ
എന്നെ എനിക്കുള്ളതിനെ ഞാനിതാ യാഗമായി അർപ്പണം ചെയ്യുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നെ എനിക്കുള്ളതിനെയും ഞാനിതാ യാഗമായി അർപ്പണം ചെയ്യുന്നു. കർത്താവേ, എന്നെ എനിക്കുള്ളതിനെയും എല്ലാം യാഗമായി അർപ്പണം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലാം, അല്ലാത്തവർ ചൊല്ലണ്ട. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സരിയണമേ. എന്നോട് മനസ്സലിയണമേ. ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുന്നു. പാപിയാണെന്ന് ഏറ്റുപറയുന്നു. പിശാചിന് എൻ്റെ മേൽ അവകാശമുണ്ടെന്ന് ഞാൻ ഏറ്റുപറയുന്നു. പിശാചിന്റെ മേൽ അവകാശമുണ്ടെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു. മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു. മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ യേശുവേ, എൻ്റെ മേൽ കനിയണമേ. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനത്തോട് മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ കരം ഉയർത്തിയിരിക്കുന്ന മക്കളെ അവിടുന്ന് കാണുന്നുവല്ലോ കർത്താവേ. അവിടുന്ന് ഓരോരുത്തരുടെയും കരങ്ങൾ പിടിക്കണമേ കർത്താവേ. ഈ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ കർത്താവേ. അനുഗ്രഹം പകരണമേ കർത്താവേ. സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കണമേ കർത്താവേ. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു നല്ല കൂട്ടം ഞാനിവിടെ ഉണ്ടാകുവാൻ ഇടയാക്കണമേ കർത്താവേ. ദേശത്തെ അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.